ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ 4 മണി പലഹാരത്തിൻ്റെയാണ്. പഴം വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്, ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാം. പിന്നെ ഉണക്കമുന്തിരി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇടയ്ക്ക് നട്സൊക്കെ ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ട് വന്നാൽ പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ നെയ്യ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂണും കൂടെ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 2 നേന്ത്രപ്പഴം ഇതുപോലെ വട്ടത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ പാനിലേക്ക്, ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 2 ഭാഗം ഒന്ന് കളർ മാറി ബ്രൗൺ കളറാക്കി എടുക്കാം. പിന്നെ പഴം എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കുക. അതേപോലെ തന്നെ ഇതുപോലെ പരന്നിട്ടുള്ള ഫ്രൈങ് പാനിലാവുമ്പോൾ ഇതുപോലെ നിരത്തി വെച്ചിട്ട് വേണം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സാക്കി എടുക്കുമ്പോൾ ഒന്നാകെ ഇങ്ങോട്ട് ഉടഞ്ഞു പോവും. അപ്പോൾ അങ്ങനെ ഉടഞ്ഞു കിട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലെ പരത്തിയിട്ടിട്ട് വേണം ഒന്ന് റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് കിട്ടണം. ഇനി പാനിൽ നിന്ന് മാറ്റാം. ഇനി അഥവാ എടുക്കുന്ന പഴുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ വലിയ അങ്ങോട്ട് മധുരം ഉണ്ടാവില്ല. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് മാറ്റാം. വഴറ്റിയെടുത്ത പഴം ഇനിയൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനിയൊരു ബൗളെടുത്ത് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. 3 ആയാലും കുഴപ്പമൊന്നുമില്ല, 4 ആയാൽ കുറച്ചും കൂടി ഒരു കട്ടിയായിട്ട് നമ്മുടെ സ്നാക്ക് കുറച്ചൊരു കട്ടിക്ക് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം മധുരം വേണം, അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് ഇതിൽ അലിഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങാപ്പാൽ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഒരു 1/4 കപ്പിന് മുകളിലായിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ വനില എസൻസ് ഉണ്ടെങ്കിൽ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നാലും ഒരു നാടൻ ടേസ്റ്റ് കിട്ടാൻ ഏലക്കാപ്പൊടി തന്നെയാണ് ബെസ്റ്റ്. അപ്പോൾ എല്ലാം കൂടെ മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പോട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇനിയൊരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ബ്രെഡ് ആവശ്യമുണ്ട് കേട്ടോ. ബ്രെഡ് വെച്ചിട്ട് ബ്രെഡും പഴവും മുട്ടയും തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ മെൽറ്റായിട്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സിൽ ബ്രെഡ് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ താഴ്ഭാഗത്ത് നിരത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അടുപ്പിച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി സൈഡ് ഭാഗത്തൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്രെഡ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ താഴ്ഭാഗം എല്ലാതും കവർ ചെയ്യുന്ന രീതിയിൽ അടുപ്പിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമ്മുടെ മിക്സാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു ബാറ്റർ ഒരു തവി വെച്ചിട്ട് മുകളിലൂടെ ആയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മെയിനായിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് കട്ടിക്ക് വേണമെന്നൊന്നുമില്ല, ഇതുപോലെ സെൻറ്ററിൽ ഒറ്റ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ലെയർ സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന് മുകളിലേക്കായിട്ട് ബാക്കി വന്നിട്ടുള്ള ബ്രെഡ് ഇതുപോലെ ഒരു ലെയറാക്കിയിട്ട് വെച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ബ്രെഡ് കുറവായിരുന്നു കേട്ടോ, അപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മുകൾ ഭാഗത്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ബ്രെഡ് കുറവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് മുട്ട വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി ഇതിന് മുകളിലും നേരത്തെ വഴറ്റി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള പഴം ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നട്ട്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ മിക്സ് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം.
പിന്നെ മുകൾ ഭാഗം സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം മുട്ടയുടെ ആ ഒരു മിക്സ് ഒഴിക്കുന്നത് കാരണം അത് ബാലൻസ് ആയിട്ട് കിട്ടുകയും ചെയ്യും, നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15-10 മിനിറ്റ് വേവിച്ചെടുക്കാം. മുട്ടയൊക്കെ ആയത് കാരണം പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഒരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ആക്കിയിട്ട് അതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മുകൾ ഭാഗം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അഥവാ ഇനി സെറ്റായിട്ടില്ലെങ്കിൽ ആ ഭാഗം ഒന്ന് ജസ്റ്റ് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.